പല്ലവയെ വിളിച്ചാൽ വിളി കേൾക്കുന്നില്ലല്ലോ. ഈശ്വര, ധന്യമോളെ, മോളെ 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 നീ ഇവിടെ വന്നിരിക്കുവാണോ? എന്താ മോള് റെഡിയാവാത്തെ? സ്കൂളിൽ പോണ്ടേ? പഠിക്കണ്ടേ? വാ. ഇപ്പൊ എന്നും സ്കൂളിൽ പോവാൻ മോക്ക് മടിയാണല്ലോ. പോണ്ടേ? അമ്മേ, ധ്വനിമോളിതാ ഇവിടെ ഇരിപ്പുണ്ടേ. നാത്തോ സമാധാനിക്ക്. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ജോലിക്കാരി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് നിന്നേടി. എന്താ പച്ചേ? ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്ന കാര്യം നിനക്കറിയാലോ അല്ലേ? അറിയാം. വെറുതെ അറിയാന്ന് പറഞ്ഞാ പോരാ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം. എന്റെ മോളോട് നിനക്ക് നല്ല കുശുമ്പുണ്ടെന്ന് എനിക്കറിയാം. അത് മനസ്സിൽ വെച്ച് എൻഗേജ്മെന്റിനോ കല്യാണത്തിനോ എന്തെങ്കിലും കുറവ് വരുത്തിയാ അറിയാലോ നിനക്കെന്നെ. അഷിയോട് എനിക്ക് എന്തിനാ കുശുമ്പ്? അവൾ എന്റെ അനിയത്തിയല്ലേ. നിന്റെ ഈ പാവം നടിച്ചുള്ള അഭിനയവും നാടകം കളിയൊന്നും ഞങ്ങളുടെ മുമ്പിൽ വേണ്ട. അതെ, എത്രയൊക്കെ അഭിനയിച്ചാലും ആ കൊലപാതകയുടെ മോളല്ലാതാവില്ലല്ലോ നീ. തള്ളെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പൊ തുടങ്ങും പൂങ്കണ്ണീരൊഴുക്കാൻ. അത് കാണുമ്പോഴേ എനിക്ക് കലി വരുന്നു. ഇങ്ങോട്ട് പാടി. ഇതൊക്കെ അയൺ ചെയ്ത് വെക്കും. ചെയ്യങ്ങോട്ട്. ഇനി ഈ വീട്ടിലെ ആവശ്യങ്ങൾ കഴിയുന്നവരെ നിന്റെ പുറത്തുള്ള കർക്കൊക്കെ നിർത്തിയേക്കണം. ഇവിടുത്തെ കാര്യങ്ങൾക്കാവണം പ്രാധാന്യം. ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്യിക്കാൻ എനിക്കറിയാം. അവളുടെ ഒരു ഔദാര്യം. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. നീ എന്തൊക്കെ ഓർക്കുമെന്നും ചെയ്യുമെന്നും മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അത് നീ മറക്കണ്ട. എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ ദുർഗയോട് പറഞ്ഞതാമേ. അതെ, ഉടനെ ഒരു കല്യാണ നിശ്ചയം നടക്കാൻ പോകുന്ന ഒരു വീടല്ലേ ഇത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമായിരുന്നു. നിങ്ങൾ പറയുന്നതനുസരിച്ച് അടിമയെ പോലെ പണിയെടുക്കാൻ ദുർഗ ഇവിടുത്തെ ജോലിക്കാരിയൊന്നല്ല. എല്ലാത്തിനും നിന്നെയാ പറയേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കും. അയ്യോ മുത്തശ്ശി, വേണ്ട. എന്ത് വേണ്ടെന്ന്? ഈ പറയുന്ന രണ്ടുപേരെക്കാൾ കൂടുതൽ അവകാശവും അധികാരവും നിനക്ക് ഈ വീട്ടിലുണ്ട്. അത് മറക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞാലൊരു കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ദുർഗ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് അവളുടെ നല്ല മനസ്സ് എന്ന് കരുതി സന്തോഷിക്കുന്നതിന് പകരം ഈ പാപത്തിനെ കുത്തി പറയാനും വേദനിപ്പിക്കാനല്ലേ രണ്ടുപേരും നോക്കുന്നത്. ക്ലാസ്സിൽ മിണ്ടാതെ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ കേക്കില്ലല്ലേ? ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ച അടിച്ച് തോട പൊട്ടി. ചെറിയ വന്നേ. വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ കുറെ എണ്ണത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നാശങ്ങൾ. എന്തോ ടീച്ചറെ ഇത്? ഇങ്ങനെയൊക്കെയാണോ പിള്ളേരോട് ബിഹേവ് ചെയ്യുന്നേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ആരോ ആയിക്കോട്ടെ, പക്ഷേ കുട്ടികളോട് ഈ രീതിയിൽ സംസാരിക്കുന്ന ഒട്ടും ശരിയല്ല. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഭീഷണിപ്പെടുത്താണോ ചെയ്യുന്നത്? ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട. വഴിയെ പോകുന്നവരൊന്നും എന്നെ ഭരിക്കാൻ നോക്കണ്ട. ഞാൻ അങ്ങനെ വഴിയെ പോകുന്ന ഒരാളല്ല. ിലേക്ക് വരാനുള്ള മടി കാണിച്ചതിന്റെ കാരണം അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി.
ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വാ മോളെ. വിദ്യാഭ്യാസം എന്നാലേ ജോലി ചെയ്യാനുള്ള കുറുക്കുവഴി മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തെയും പെരുമാറ്റത്തെയും കൂടി നന്നാക്കാൻ ഉപയോഗിക്കണം. മനസ്സിലായോ? കഷ്ടം. എല്ലാരും ക്ലാസ്സിലേക്ക് പോയേ. പോ 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 പെട്ടെന്ന്. മാം, ഈ സ്കൂളിലേക്ക് എന്റെ മകളെ ചേർക്കുമ്പോ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഇവിടുത്തെ മാനേജ്മെന്റിനും കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. മാഡം, നിങ്ങൾ ടെൻഷൻ ആവാതെ കാര്യം എന്താന്ന് പറയൂ. എന്താണെങ്കിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. മാഡം, കാര്യം ഞാൻ പറയാം. മാം, ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ കുട്ടികളെ അയക്കണ്ടേ? സോറി മാഡം, ഞാൻ ഇപ്പൊ ടീച്ചറിനെ വിളിച്ച് സംസാരിക്കാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ആ കുട്ടികൾക്കുണ്ടായ അനുഭവം ഒരു കുഞ്ഞിനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സ്കൂളിനും ടീച്ചേഴ്സിനും എതിരെ വേണ്ട നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതെ, ഇത്തരം പ്രവർത്തികൾ ക്ഷമിക്കാവുന്നതല്ല. ഒരു ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന് സ്കൂളിനെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ടീച്ചറിനെ വിളിക്കാം, വേണ്ട നടപടിയും എടുക്കാം. ശാലിനി, ടീച്ചറോട് വരാൻ പറയൂ. ശരി മാഡം. പുതിയ ടീച്ചറാ, അതുകൊണ്ട് ആരെയും പരിചയമില്ല. അതിന്റെ പ്രോബ്ലംസാ.